അങ്ങനെ സിനിമകളൊക്കെ കാണുന്ന ആളാണ്, മലയാള സിനിമകളൊക്കെ കാണുന്നതാണ്. അങ്ങനെ മലയാള സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് പറയാൻ പറ്റും? അത് അങ്ങയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഫലിക്കുന്ന ഒരു കഥാപാത്രമുണ്ടോ? അല്ല, മലയാള സിനിമയിൽ ധാരാളം കഥാപാത്രങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നവരായിട്ടുണ്ടല്ലോ. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രം അങ്ങയുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥി റാഗിങ്ങിന് നേതൃത്വം കൊടുത്ത് അമൃതം ഗമയ MT എഴുതിയത് അല്ലേ? ഹരിഹരൻ. അതെ, ഹരിഹരൻ. അപ്പോൾ അതിനകത്ത് പിന്നെ നിങ്ങളാണ് ആ ഇതായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ മാതൃകാ ഡോക്ടറായിട്ടാണ് പിന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവരിങ്ങനെ മുഖവിലക്കെടുക്കാതെ നിങ്ങളുടെ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒരു നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിക്കാണ്ടിരിക്കാൻ, മോഹൻലാൽ സിനിമകളിൽ അങ്ങേക്ക് ഏത് കഥാപാത്രത്തിനോടാണ് താല്പര്യം? ഇപ്പൊ അത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയത്. ഇതൊരു ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ഇല്ല. പക്ഷേ ചില രംഗങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ താരതമ്യപ്പെടുത്താറുണ്ട്, ഓർക്കാറുണ്ട്. ഇതൊരു ഒരു സിനിമയിൽ അഭിനയിക്കാൻ അങ്ങേക്ക് ഒരു ക്ഷണം വന്നാൽ എന്ത് തരത്തിലുള്ള റോളുകൾ ചെയ്യാനായിരിക്കും ഇഷ്ടം? അല്ല, അതിന്റെ കാലം കഴിഞ്ഞല്ലേ. അല്ലല്ല, ഇനിയിപ്പോ അതിന്റെ കാലം കഴിഞ്ഞല്ലോ. അത് ഇതിനു മുമ്പായി കുറച്ചുകൂടെ മുമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ആകെ പറ്റുന്ന റോളൊന്നല്ലേ ഉള്ളൂ. പ്രായമുള്ള ഒരാളുടെ റോള് അതല്ലേ പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.